ഗൈസ്, പുഷ്പ പോയി കണ്ടിട്ട് വരികയാണ്. പുഷ്പ ഫസ്റ്റ് പടത്തിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡ് പുഷ്പ വലിയ മെച്ചമില്ല എന്ന് തന്നെ പറയാം. കാരണം ഈ കാണുന്നവർക്ക് വലിയ പ്രതീക്ഷയില്ലാതെ പോയി കാണുവാണെങ്കിൽ ഒരു ആവറേജ് പടം എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഡാൻസും ഇതൊന്നും ഫസ്റ്റ് പടത്തിൻ്റെ നാലിലൊന്നുമില്ല. ഫസ്റ്റ് പടത്തിൻ്റെ അത്ര സ്ക്രിപ്റ്റും ഒത്തിട്ടില്ല. കഥ കൊണ്ടുപോകുന്നത് നമുക്ക് വലിയ ഒരു രസകരമായിട്ടുള്ള രീതിയിലൊന്നുമല്ല. എന്തോ ഒരു കാണിച്ചു കൂട്ടുന്ന കാണുമ്പോൾ നമുക്കത് കോമഡി പോലെയാണ് തോന്നുന്നത്. ഇവർ വലിയ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കോമഡി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് സീരിയസ് ആയിട്ട് അവർ കാര്യങ്ങൾ ഇവിടെ ആൾക്കാർ തിയേറ്ററിനകത്ത് മിക്കവാറും ആൾക്കാർ നിന്ന് ചിരിക്കുകയാണ് ചെയ്തത്. ഞാൻ മലയാളമാണ് കണ്ടത്, അതിൻ്റെ ഇതാണോ അറിയില്ല. എന്തോ ഒരു പിടിപ്പിക്കുന്ന രീതിയിലാണ് എടുത്തു വെച്ചേക്കുന്നത്. നമുക്ക് കാഴ്ചക്കാർക്ക് വട്ട് പിടിക്കും ഇത് എന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നതെന്ന്. ഇവരുടെ സ്റ്റാൻഡ് തന്നെ ഒരു 5 മിനിറ്റിൻ്റെ സ്റ്റാൻഡുണ്ട്. അതിൻ്റെ അകത്ത് കൈയും കാലും കെട്ടിയിട്ടേക്കുന്നത് അടിക്കാൻ പോകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ദൈവമേ, അത് എന്ത് കാണിച്ചു വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. ഒരുമാതിരി പിന്നെ ഇതിൽ എന്തേലും ഒരു ലോജിക്ക് വേണ്ടേ? ഇത് ഗ്രാവിറ്റി ഇല്ല. ഇത് മനുഷ്യനിങ്ങനെ പറന്ന് പോയി ഇങ്ങനെ കടിച്ചു പറിക്കുക. മൃഗമാണ് എന്താണ് എന്തൊക്കെയോ കാണിച്ചു വിട്ടേക്കുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ട് പോവുകയല്ല. തേർഡ് പാർട്ട് എടുക്കാനുള്ള അത്രയും ഫണ്ട് ആ മണ്ടത്തരം ആരും പോയി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തേർഡ് പാർട്ടത്തിൻ്റെ ഫണ്ട് ഇറക്കുന്ന പരിപാടി ആദ്യത്തെ ഒരു ഇൻട്രോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻട്രോ എന്നാ കാണിക്കുന്നത്? അത് സ്വപ്നം കാണുന്ന എനിക്ക് എവിടെയോ പോയി അടി ഉണ്ടാക്കുന്നത്. എന്താ സ്വപ്നം കാണുന്നേ? എനിക്ക് വയ്യ, ഭ്രാന്ത് പിടിക്കും. അതിലും ലോജിക്കും തമ്മിൽ എന്താ ബന്ധമെന്നാണ് പിന്നെ മനസ്സിലാകുന്നത്. സ്വപ്നമാണ്. എനിക്കെല്ലാം കൂടെ കണ്ടിട്ട് ഭ്രാന്തായി. പിന്നെ ഫഹദ് ഫാസിനെ ഒരു സൈക്കോ ആക്കി വേണ്ടിയിരിക്കുക. സൈക്കോ എന്ന് പറഞ്ഞാൽ പക്കാ സൈക്കോ. ആദ്യത്തേൻ്റെ ആ ഒരു സൈക്കോ നമുക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു സൈക്കോയാണ്. ഇത് വെറും ഒരു ഊള സൈക്കോ ആക്കി കളഞ്ഞു. ഒരു വിലയില്ലാത്ത സൈക്കോ. വില്ലൻ, ആദ്യത്തെ വില്ലൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൻ്റെ അകത്തെ ഫസ്റ്റ് പുഷ്പയ്ക്കകത്തെ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് ഫാസിൽ ഒരു നല്ലൊരു വില്ലനായിരുന്നു. ഇതിൻ്റെ അകത്ത് എന്തുവായി വില്ലൻ? ഇതിൻ്റെ അകത്ത് ഒരുമാതിരി ചൂളനാക്കി കളഞ്ഞി. എന്താണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്? ഈ ഫഹദ് ഫാസിലും പുഷ്പയും തമ്മിൽ, അത് അല്ലു അർജുനും തമ്മിലുള്ള ഫൈറ്റ് സ്കീനും സീക്വൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാരെ വെറുതെ കുത്തിക്കയറ്റി ഒരുമാതിരി ചളവാക്കി ഒരുമാതിരി വൃത്തികേടാക്കി കളഞ്ഞു പടം. കണ്ട ആർക്കും അഭിപ്രായമില്ല. ഇങ്ങനെയാണെങ്കിൽ വലിയ പൈസ ആകുമ്പോൾ ഊരിപ്പോരുകയില്ല. തേർഡ് ഉണ്ടാകത്തുമില്ല. തേർഡ് പാർട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ തേർഡ് പാർട്ട് എനിക്ക് തോന്നുന്നില്ല വരുമെന്ന്. തേർഡ് പാർട്ട് ആര് മുടക്കാനാ പൈസ? കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണുക. ഞാനേതായാലും എനിക്കിഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം പറയുക.